അത് ഞാനിതിന് അത് മറുപടി അദ്ദേഹത്തോടല്ലേ ചോദിക്കട്ടെ? അല്ല അദ്ദേഹം പറഞ്ഞ അല്ല ഞങ്ങൾ ഘടകകക്ഷിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ ഇത് ഓരോ ആളുകളും ഓരോരുത്തരെ കുറിച്ച് എന്നെക്കുറിച്ച് പറയുന്നില്ലേ, അല്ലെങ്കിൽ വേറൊരാളിനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പോൾ ആ പറയുന്നതിനെല്ലാം മറുപടി UDF അത് ഏറ്റെടുക്കാൻ പറ്റില്ല. UDF അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. അത് അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി, അദ്ദേഹം തന്നെ മറുപടി പറയുന്നത്. അത് തന്നെ അല്ല, അത് നിങ്ങൾ ചുമ്മാ വെറുതെ എന്നെ പിടിച്ച് അതിനകത്ത് വലിച്ചടിക്കാതിരി. ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ എല്ലാവരുമായി ഒക്കെ, ഞങ്ങൾക്ക് ഇവരുമായിട്ടൊന്നും ഒരു തർക്കവും ഇല്ല. അതുകൂടെ പറയാം, അവരുമായിട്ട് ഒരു തർക്കവും ഇല്ല. അതൊക്കെ അവരെ എല്ലാവരെയും സമവായത്തിൽ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും. അല്ല, അത് ഞങ്ങൾ ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ആ ഡിമാൻഡിൽ നിന്ന് ഒരു നെല്ലട പോലും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. UDFന്റെ ഡിമാൻഡ് അത് തന്നെയാണ് ഇപ്പോഴും. അതിന് അഭിപ്രായങ്ങൾ പല ആളുകളും പറയുന്നതിന് എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ ജാതി നോക്കിയല്ലല്ലോ UDF ഡിമാൻഡ് വെക്കുന്നത്. UDF എല്ലാവരെയും ഒത്തുചേർത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഷാഫി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ മൂക്കിൻ്റെ എന്തോ പൊട്ടിയിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ കഴിഞ്ഞായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ കോളിലൂടെയാണ് കണ്ടത്. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് കണ്ടു. രാഷ്ട്രീയ നാടകമാണെങ്കിൽ അത് ആ ഡോക്ടർമാർ പറയട്ടെ. അത് ഈ CPMകാർക്ക് എന്തും പറയാം. CPMകാർ എപ്പോഴും എന്തും വായി തോന്നുന്നു പറയുന്നു. ഇനിയിപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവർ. നേരത്തെ നുണപ്രചരണങ്ങളുമായി ഇറങ്ങാൻ പോവുകയാണ്. നേരത്തെ മകൾക്കെതിരെ വിജയനെതിരെ ആക്ഷേപം വന്നപ്പോൾ എല്ലാ കമ്മിറ്റികളും കൂടി ആ കമ്മിറ്റികളിലെല്ലാം തന്നെ യോഗം വെച്ച് അവിടെ വിശദീകരിക്കുകയൊക്കെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവർ ഇറങ്ങേണ്ടി വരും. കാര്യം ഇപ്പോൾ ജനങ്ങളുടെ മുമ്പ് മറുപടി പറയണ്ടേ? അതിനുവേണ്ടി ഇറങ്ങട്ടെ. അന്നേരം ഞങ്ങളും ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. വേറെ ആരും ചോദിച്ചല്ലോ ഇടയ്ക്ക്. ജോസ് കെ മാണി ഏതായാലും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അത്രയും സീറ്റ് ഏതായാലും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സീറ്റുകൾ ഞങ്ങളോടൊപ്പം വന്നാൽ അപ്പം ഞങ്ങൾ ആലോചിക്കും. വന്നാൽ എവിടെ കൊടുക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ജോസ് കെ മാണി എൻ്റെ അഭിപ്രായത്തിൽ ഈ മുന്നണിയിൽ വരണം. അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കിട്ടണ്ടേ? അതല്ലാതെ കണ്ട് അവിടെ ഇവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ജോസ് കെ മാണി ഉൾപ്പെടെ, അതുകൂടാതെയും പറയാം, CPIയിലെ പല നേതാക്കന്മാരുമുണ്ട്, പലരുമുണ്ട്. അവരുമായിട്ടൊക്കെ അല്പസ്വല്പം ചർച്ചകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ ചർച്ചകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ച വഴിപൊട്ടി പോകും. അതുകൊണ്ട് ആ ചർച്ചകളൊന്നും എല്ലാം പറയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. തുടങ്ങുമെന്നല്ലേ പറഞ്ഞത്? ഇത് നടത്തി കഴിഞ്ഞ് അതന്നെ, അതൊക്കെ ഞങ്ങൾ അതിൻ്റെ സമയാസമയങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ആളുകളെ കാണേണ്ടതും ഒക്കെ കണ്ട് അതിനൊരു വഴി ഒരുക്കിയതിന് ശേഷം നിങ്ങളെ വിളിച്ച് ഇതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് പറയും. അത് പറഞ്ഞില്ലയോ? അദ്ദേഹം വരട്ടെന്നേ, നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അത് തന്നെ, വരട്ടെ, നല്ല കാര്യം.
ചർച്ചകൾ നടക്കും, ചർച്ചകൾ നടക്കുന്നതല്ലേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ചർച്ചകൾ നടത്തി അതിന് പരിഹാര മാർഗം ഉണ്ടാകാതെ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് വരട്ടെ. അത് സീറ്റുകളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ എല്ലാ കാര്യം ഞങ്ങൾ സമവായത്തോടു കൂടി എല്ലായിടത്തും സീറ്റുകൾ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിന് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഏത് അല്ല, അത് പാല കൊടുക്കുന്നുള്ള അന്നേരം അല്ലയോ, അതൊന്നും ആയില്ലല്ലോ. ഒരു സമയം അതെന്നാ പാല പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാ വരുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നാ? അത് 26-ലേ വരത്തുള്ളൂ. അപ്പോഴത്തെ നമുക്ക് അന്നേരം നോക്കാം.